അത് കഴിഞ്ഞ് അതിനേക്കാൾ ഭീകരമായ ദുർവ്യാഖ്യാനം നടത്തി. മറ്റാരുമല്ല, ഫൈസൽ മുസ്ലിയാർ ദുർവ്യാഖ്യാനം നടത്തിയതിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം, ആ പൌരോഹിത്യത്തിന്റെ ബാക്കി പത്രം കുറച്ചൊക്കെ ഇപ്പോഴും തലയിലുള്ളതുകൊണ്ടാണ്. സക്കരിയ പറഞ്ഞല്ലോ, ഘർ വാപ്പസിയിലാണ്. ഫൈസൽ മുസ്ലിയാർ ഘർ വാപ്പസിയിലാണെന്ന് സക്കരിയ പറഞ്ഞത്. തിരിച്ചു പോവുകയാണ്. എങ്ങോട്ട്? മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കല്ല പോകുന്നത്. മമ്പറം ജാറത്തിൽ പോയി കർമ്മങ്ങൾ നിർവഹിക്കുന്ന പിതാവിന്റെ മാർഗത്തിലേക്ക് ഫൈസൽ മുസ്ലിയാർ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് എന്ന് സക്കരിയ പറയേണ്ടി വന്നു. ഒരേ വിശ്വാസാണോ? ഒരേ ആദർശാണോ? എന്നാൽ ഇവിടെ ഈ ദുർവ്യാഖ്യാനം നടത്തിയത് അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ മകൻ ഫളുൽ ഹക്ക് ഉമരിയാണ്. ഒരു പ്രസംഗത്തിൽ 2 മിനിറ്റ് പ്രസംഗത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1 മിനിറ്റും 52 സെക്കൻഡും 1 മിനിറ്റും 52 സെക്കൻഡും നീളമുള്ള പ്രസംഗത്തിൽ ഒരായത്ത് ദുർവ്യാഖ്യാനിക്കുകയും 2 ആയത്തുകൾ നിർമ്മിച്ചോതുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു. ഒന്ന് വേണമെങ്കിൽ അബദ്ധമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൊടുക്കാം. മൂന്നാമത്തേത് പച്ചയായി അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഒരു കലാമ് ദുർവ്യാഖ്യാനിച്ചതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് ഇത് ശിർക്കാകുന്നു എന്ന നിർവചനം ഖുർആനിൽ കാണാൻ കഴിയില്ല. ഇത് അശ്ലീലത്ത് ശിർക്കാകുന്നു എന്ന നിർവചനം എവിടെ ഉണ്ടാവില്ല? ഖുർആനിൽ ഉണ്ടാവില്ല. ആ നിർവചനത്തിന് ഉതകുന്നതായ പൊതുവായ തത്വങ്ങൾ എവിടെ ഉണ്ടാകും? ആയത്തുകളുടെ ഖുർആനിൽ ഉണ്ടാകും. അത് ആ തത്വങ്ങളിലൂടെയാണ് പണ്ഡിതന്മാർ തിരഞ്ഞെടുക്കുന്നത്. എന്ത്, ഈ വിഷയം ഹറാമാണ്, ഈ വിഷയം ഹലാലാണ്, ഈ വിഷയം ശിർക്കാണ് എന്നിങ്ങനെയൊക്കെ. അല്ലാഹു തആല മരിച്ചുപോയ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ അംവാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു? അവരാരാണ്? അംവാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. അപ്പൊ പണ്ഡിതന്മാർ എന്ത് മനസ്സിലാക്കി? മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്ക്, ജീവനുള്ളവരോട് ചോദിച്ചാലോ പ്രാർത്ഥനയാവൂല. കാരണം ജീവനുള്ളവരോട് ചോദിക്കുമ്പോൾ എന്താകുന്നില്ല? പ്രാർത്ഥനയാകുന്നില്ല. എന്തുകൊണ്ടാ വിളി ശിർക്കായതും പ്രാർത്ഥനയായതും? ചോദിച്ചത് ആരോടാണ്? മരിച്ചവനോടാണ്. അപ്പോ നമ്മൾ ആരോട് ചോദിക്കുന്നു? ആ ചോദിക്കുന്ന വ്യക്തി ആരായിരിക്കണം? ഹയ്യായിരിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ, അപ്പോ ഒന്നാമത്തേത് ഹയ്യായ ഹാളിറായ ഖാദിറായ ജിന്നിനോട് നടത്തുന്ന സഹായാർത്ഥന ശിർക്കാവില്ല എന്നാണ് ഈ പുരോഹിതന് തെളിയിക്കേണ്ടത്. അതിനയാൾ ഒന്നാമതായി പറയുന്നത് എന്താ? അള്ളാഹു പറയുന്നു അംവാത്തുൻ ഗൈറു അഹ്യാഇൻ, മരിച്ചവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല. അപ്പൊ ജീവിച്ചിരിക്കുന്നവരോട് നമ്മൾ സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ല, മരിച്ചവരോട് നടത്തിയാലേ ശിർക്കാവൂ എന്ന് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് മനസ്സിലാക്കി. എന്തിനാ തെളിവ് പറയുന്നത്? ഹയ്യും ഹാദറും ഖാദിറുമായ ജിന്നിനോട് സഹായാർത്ഥന നടത്തിയാൽ ശിർക്കാവില്ല എന്ന് തെളിയിക്കാൻ. ശരി, ആയത്തിന്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് ഏതാ? ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് ഏതാണ്? വല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. ഇവർ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അവർ സൃഷ്ടികളാകുന്നു. ഈ ആയത്ത് ഓതിയാൽ ഇതിൽ ജിന്ന് പെടുവോ ഇല്ലേ? ഈ ഹയ്യവാദം പൊളിയോ ഇല്ലേ? ജിന്നിനോട് തേടിയാൽ ശിർക്കാകുമെന്നാണോ ശിർക്കാകില്ലെന്നാണോ ബോധ്യപ്പെടുക? ജിന്ന് ഖാലിഖാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ജിന്നുവാദികൾ ഉണ്ടാവോ? മുതുകാട് കാര്യകാരണബന്ധങ്ങൾക്കപ്പുറത്താണ് എന്ന് പറഞ്ഞ ഉസ്താദ് പോലും പറയില്ലല്ലോ ജിന്നുകൾ ഖാലിഖാണ് എന്ന്. ആ ആയത്തിന്റെ ആദ്യത്തെ തൊട്ടു മുമ്പുള്ള ആയത്ത് മാറ്റിവെച്ചു. ഇനി അംവാത്തുൻ ഗൈറു അഹ്യാഇൻ ആയത്ത് തീരുന്നില്ല. എന്താ ബാക്കി? വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ എന്നാണ് ഖിയാമത്ത് നാളെന്നറിയില്ല. ഈ ആയത്ത് ഓതിയാൽ, ഈ ബാക്കി ഓതി അർത്ഥം പറഞ്ഞാൽ ജിന്നുവാദം പൊളിഞ്ഞു താറുമാറാകും. കാരണം എന്താണ്? ജിന്നുകൾക്ക് ഖിയാമത്ത് നാളെന്ന് എന്നറിയും എന്ന് പറയാൻ കഴിയില്ല. അപ്പോ ഹയ്യായ ജിന്നിനോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്ന് തെളിയിക്കാൻ സൂറത്തു നഹ്ലിലെ ഈ ആയത്ത് പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തു. ഇനി തെളിയിക്കേണ്ട എന്താ? ഖാദിർ എന്നാണ്, അതിന് ഹാലിർ എന്നാണ്. അതിനൊന്ന് ആയത്ത് കേട്ടോളൂ.
കേൾക്കാനും സന്മനസ്സും ഇല്ലാത്ത ആളുകളെ ഉദാഹരണം അല്ല പറഞ്ഞ എങ്ങനെയാണ്? ഒരുപാട് വിദൂരത്തുനിന്ന് വിളിക്കുന്നത് പോലെയാണ് ഇവരോട് കാര്യം പറഞ്ഞത്. ഒന്നും മനസ്സിലാക്കണില്ല. അപ്പൊ എന്താ എന്റെ അർത്ഥം? വിദൂരത്തുള്ളവരെ വിളിച്ചാൽ കേൾക്കൂല. അപ്പൊ അതിൽ പണ്ഡിതന്മാരെന്തെടുത്തു? ഒരാൾ മുമ്പിലുള്ളവരാണെങ്കിൽ വിളിച്ചാൽ എന്ത് ചെയ്യും? കേൾക്കും. അപ്പൊ ആ വിളിയിൽ എന്ത് വരൂല? ശിർക്ക് വരൂല. പിന്നെ അപ്പോ ഇനി ഖാദിർ ഹാലിറിനോട് തേടിയാൽ ശിർക്ക് വരൂല. എന്താ തെളിവ്? ഉലായിക്ക യുദഊന മിൻ മക്കാനിൻ ബഈദ്. അതാ ഞാൻ പറഞ്ഞത്, അബദ്ധമാണെന്ന് വിചാരിക്കുക. ഖുർആനിൽ യുദഊന എന്നല്ല ഉള്ളത്, യുനാദഊന എന്നാണ്. ഇനി അതല്ല, ദുആവുമായി ബന്ധിപ്പിക്കാൻ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ അത് ദുആവുമായി പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊള്ളട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഓതിയതാണോ എന്നറിയില്ല. ഖുർആനിലുള്ള യുനാദഊന എന്നാണ്, യുദഊന എന്നില്ല. ഏതായാലും ഇതാണോ ഹാലിറായ ജിന്നിനോട് തേടിയാൽ ശിർക്കാവുകയില്ല എന്നതിന് തെളിവ്? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സലഫി, നമ്മളൊക്കെ സലഫി മനേജ് നമ്മളെ മേലൊക്കെ സ്പ്രേ അടിച്ചിട്ടേ ഉള്ളൂ. ഇവരൊക്കെ സലഫി മനേജിൽ മുക്കിയെടുത്തതാണ്, പഴംപൊരിയൊക്കെ ഉണ്ടാക്കണ മാതിരി. നമ്മളൊക്കെ ആ സലഫി മനേജ് ഇങ്ങനെ ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് സ്പ്രേ അടിച്ചതാണ്. ആ സലഫി മനേജിൽ മുക്കിയെടുത്ത ഈ ആളുകൾ ലോകത്ത് ഏത് മൻഹജ് അനുസരിച്ച് വ്യാഖ്യാനിച്ച മുഫസ്സിറാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാലിറായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാവില്ല എന്ന് വ്യാഖ്യാനിച്ചത് എന്ന് വിശദീകരിക്കണ്ടേ? 3, അടുത്തത് കേട്ടോളൂ. ഖാദിറാണ് എന്ന് തെളിയിക്കണം. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവർ ലാ യഖ്ദൂന ബിശൈഇൻ, അവർക്ക് ഒന്നിനും കഴിവില്ലാത്തവരാണ്. ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിവില്ലാത്തവരാണ്. ഈച്ച വല്ലതും തട്ടിയെടുത്താൽ തിരിച്ചു പിടിക്കാൻ പോലും ആണോ ആരാധിക്കുന്നത് അവർ ലാ യഖ്ദൂന ബിശൈഇൻ, അവർക്ക് ഒന്നിനും. എന്താ ഉള്ളത് ഖുർആനിൽ? ലാ യഖ്ദിറൂന ബിശൈഇൻ. അല്ലാഹ് മുഅ്മിനീങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഖുർആനിൽ അങ്ങനെ ഒരായത്തില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ അങ്ങനെ ഒരായത്തില്ല. ലാ യഖ്ദിറൂന ബിശൈഇൻ എന്ന് പറഞ്ഞ ഒരായത്ത് അല്ലാഹുവിന്റെ ഖുർആനിലില്ല. ഞാൻ നിങ്ങളെ മഞ്ചേരിയിൽ ചോദിച്ചു, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ദുർവ്യാഖ്യാനിച്ചപ്പോൾ, തെറ്റായി ഓതിയപ്പോൾ നാദാപുരത്ത് വെച്ച് മണിക്കൂറുകളോളം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഹുസൈൻ സലഫി. ഞാൻ പറയുന്നു, ഹുസൈൻ സലഫിയുടെ കൂടെ നിൽക്കുന്ന ഈ പുരോഹിതനോദിയതുപോലെ ലാ യഖ്ദിറൂന ബിശൈഇൻ എന്നൊരായത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ കാണിച്ചാൽ അന്ന് ഹുസൈൻ സലഫി പേരോടിനോട് പറഞ്ഞത്, പേരോടാ നിന്റെ ചെരുപ്പ് ഞാൻ എടുക്കാമെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹുസൈൻ സലഫിയോട് ഞാൻ പറയുന്നു, ഹുസൈൻ സലഫി മരിക്കുന്നത് വരെ താങ്കളുടെ 2 ചെരുപ്പുകൾ എന്റെ തലയിൽ കെട്ടിവെച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ മക്കളോട് കുടുംബക്കാരോട് വസിയത്ത് ചെയ്യും, ഞാൻ മരിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ അത് എടുത്തു മാറ്റാൻ പാടുള്ളൂ. ഈ ആയത്തൊന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ? അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടോ? നിലപാട് പറയാൻ ധൈര്യമുണ്ടോ? അപ്പോ ഇത്തരം വിഷയങ്ങളിലൊക്കെ പരസ്പരം പോരടിച്ച് അതേപോലെ എതിർത്ത് നിൽക്കുന്ന ആളുകളാണ് മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് തെരഞ്ഞു നടക്കുന്നത്. മനുഷ്യ സമൂഹമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഭിന്നതകൾ ഉണ്ടാകും. എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല, സംശയങ്ങളുണ്ടാകും. അത്തരം ഘട്ടങ്ങളിൽ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കും. അതാണ് പണ്ഡിത സംഘടന ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി.